Good morning students, welcome back to the class. In the last class we discussed about stress, which is part of the suprasegmental features or suprasegmentals, and we have to discuss the further suprasegmentals, which are these things: pitch, intonation, rhythm and all that. Before moving on to those parts or those new topics of day, let's complete the stress by discussing few more rules or hints. Okay. So these are few more rules regarding the stress. In the case of stress, in the case of certain derivatives, we can see that how the stress is marked. First one, agree, agreement. Agree, agreement. In this word, agree, the stress is marked on here. It is a disyllabic word, agree, agree. Stress is marked on the second syllable, agree. And in the case of this word agreement, the stress is marked on the same syllable, that is here. അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ്, ഇവിടെ ഡെറിവേറ്റീവ് മീൻസ് ഈ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗം ആഡ് ചെയ്തതിന് ശേഷവും ഈ വേർഡിലെ സ്ട്രെസ്സിന് ചേഞ്ച് വന്നിട്ടില്ല. സോ ഇൻ ദിസ് കേസ്, ഇൻ ദിസ് പെർട്ടിക്കുലർ എക്സാമ്പിൾ ഓർ വേർഡ്സ് ലൈക്ക് ദാറ്റ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കേസ് ഓഫ് ദ stress. There is no shift in the stress. Here also it is marked in the second syllable, here also it is marked in the second syllable. But in these words again, which has got different derivatives, here it is politics, here it is political, here it is politician, the stress is changed. Here it is politics, here it is political, and here it is politician, politician. So in this case, this particular case, we can see the stress shifts or changes from, here it is the first syllable, here it comes the second syllable, or as per the rule. Hope you remember the rule. Ik, ikal, ikali and all that. അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ആ സഫിക്സിൻ്റെ ഈ ഇക്ക് ഇക്കൽ എന്നൊക്കെ പറയുന്ന ആ വേർഡ് വരുന്ന സിലബിളിൻ്റെ തൊട്ട് മുന്നത്തെ സിലബിളിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാർക്ക് ചെയ്തത്. പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തു. ആൻഡ് പൊളിറ്റീഷ്യൻ ആകുമ്പോഴത്തേക്കും അഗെയിൻ ദ സ്ട്രെസ് മൂവ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് സിലബിൾ ടി എന്ന് പറയുന്ന സിലബിളിലേക്ക് സ്ട്രെസ് മാറ്റി മാർക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? And considering the next word, it is photograph, it is photographic grapher and it is photographic. Okay, അപ്പോൾ ഇവിടെ photograph first syllable വന്നു, ഇവിടെ photographer second syllable വന്നു, ഇവിടെ photographic third syllable. ഇക്കലി ആ റൂള് പ്രകാരമാണ് ഇവിടെ ഗ്രാഫിക് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സിലബിളിൽ സ്ട്രെസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് മാറുന്നതിനനുസരിച്ച് വേർഡ്സിലെ സ്ട്രെസ്സിനും ചേഞ്ച് സംഭവിക്കാം എന്നുള്ളതിൻ്റെ 2-3 ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വേർഡ്, academy, stress is marked on the second one, and academic on this particular syllable, and academician on this particular syllable. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, ചെറുതായിട്ട് സ്ട്രെസ്സിന് വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ വ്യത്യാസമില്ലാത്ത ചില വാക്കുകളും ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സ്ട്രെസ്സ് മാറുകയും മാറാതിരിക്കുകയും ചെയ്യുന്ന ചില പെർട്ടിക്കുലർ വേർഡ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്യാം. Now let's move on to few compound words. Okay, അപ്പോൾ ഇവിടെ കുറച്ച് കോമ്പൗണ്ട് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. കൺസിഡറിങ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ബ്ലാക്ക്-സ്മിത്ത്, ഫുട്ബോൾ, ബുക്ക് ഷെൽഫ്. അപ്പോൾ ആദ്യത്തെ ഈ 3 വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവ 3 കോമ്പൗണ്ട് വേർഡ്സ് ആണെങ്കിലും we will mark stress on the first syllable. Blacksmith, football, bookshelf. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് വേർഡ്സിൽ നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് സിലബിളിലായിരിക്കും. കൺസിഡർ ദ സെക്കൻഡ് കേസ്. ഈ സെക്കൻഡ് കേസ് നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് എവർ എന്ന് ഉള്ള സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണ്. ഇവിടെയാണെങ്കിൽ സെൽഫ് എന്നുള്ള സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്സ് ആണ്. സോ whatever, whenever or wherever, however, ഇത്തരം സിറ്റുവേഷൻസിൽ സ്ട്രെസ് വിൽ ബി മാർക്ക്ഡ് ഓൺ ദാറ്റ് എവർ.
whatever, whenever, or wherever, however. Okay, stress will be marked on the ever. Considering here also herself, himself, itself, stress will be marked on the suffix. Okay, so considering these compound words that ends in ever or self, stress will be marked on that particular syllable having that particular word, ever or self. അപ്പോൾ അത് വരുന്ന സിലബിളിലാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ വാക്കുകളിൽ വേർഡ്സ് compound words with ever and self. Considering the third category, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് afternoon. So here both the syllables are stressed. After as well as noon is stressed. Afternoon, after and noon is stressed. Bad tempered, here also it is a compound word and both the syllables are stressed. And next one, homemade. Here also both the syllables are stressed. Homemade, both the syllables are stressed. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സിൻ്റെ കാര്യത്തിൽ 3 കാറ്റഗറീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. certain words like footprint, bookshelf, kingfisher, and what else, football or blacksmith, stress will be given to the first syllable. Words that ends in ever and shelf, stress will be marked on that particular syllable. Whatever, whenever, however, himself, itself, and all that. And the third one, again compound word, afternoon, homemade, and all that, stress will be marked on both the syllables. അപ്പോൾ compound wordsന്റെ കാര്യത്തിൽ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. In the case of these inflections, inflectional suffixes like ed, es, and ing, there will be no stress change. Consider these 3 examples. That is relate. When it takes ed and becomes past tense, the stress will be on the same syllable. Related. Okay. Here it is bus. And when the singular noun changes into plural noun by adding the suffix es, there will be no stress change. Buses. And here it is sing, and when it added with the suffix ing to make it a continuous tense, singing, the stress won't change. So in these cases such as ed, es, and ing inflectional suffixes, the stress won't change. ഏത് ഇതിലാണോ സിലബിളിലാണോ സ്ട്രെസ് ഉള്ളത് അതിൻ്റെ കൂടെ ഈ പറയുന്ന ed, es, ing എന്ന് പറയുന്ന ഫോമുകൾ എന്ന് പറയുന്ന സഫിക്സുകൾ ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിന് മാറ്റം ഉണ്ടാവുകയില്ല. എവിടെയാണോ ഉണ്ടായിരുന്നത് ഇത് ചേർന്ന് കഴിഞ്ഞാലും അവിടെ തന്നെയായിരിക്കും സ്ട്രെസ് മാർക്ക് ചെയ്യുക. Considering these derivational suffixes written on the board, it is a long list, is it? Words that ends with age, ance, en, ess, ful, hood, ice, ish, ive, less, ly, ment, ness, or, ship, ter, ure and zen. ഇങ്ങനെയുള്ള സഫിക്സിനാൽ ഡെറിവേഷണൽ സഫിക്സിനാൽ എൻഡ് ചെയ്യുന്ന വാക്കുകളിലാണെങ്കിൽ it doesn't affect the accent. That means there won't be any stress shift or stress change. എവിടെയാണോ അതിൻ്റെ റൂട്ട് വേർഡിൽ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഈ പറയുന്ന സഫിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന സഫിക്സുകൾ ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ സ്ട്രെസ്സിന് മാറ്റം ഉണ്ടാവില്ല. ഐ ഹാവ് റിട്ടൺ ഫ്യൂ എക്സാമ്പിൾസ്, ബട്ട് ഇതിലൊക്കെ എൻഡ് ചെയ്യുന്ന വേർഡ്സിനൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഐ ഹാവ് റിട്ടൺ ഓൺലി 6 or 7 എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. Here it is carry, stress is marked on this first initial syllable. When it becomes carriage, when we added age, the stress doesn't change. It is here in the on the first syllable itself. Appear, when becomes appearance, again the stress doesn't change. Actor, when it turns into actress, again stress won't change. Here child, when it becomes childhood, hood is added, again there is no stress change. Child, അവിടെ തന്നെയാണ് നമ്മൾ ആ സിലബിളിൽ തന്നെയാണ് നമ്മൾ സ്ട്രെസ് വന്നിട്ടുള്ളത്. And fool, when becomes foolish, when added ish, again there is no stress change. City, when it changed into citizen, again there is no
change in the stress, and laugh, when it changed into laughter, there is again no change in the stress. Considering these suffixes, ഈ പറയുന്ന long list of suffixes, there won't be any stress change. Okay students, we have to do, before moving on to the new topic, let's answer the fun time activity of the last two classes. Here I have, or we are going to answer the class 10 fun time activity. So let us go through these words and find out the syllabic division, and if there is any open syllable or closed syllable in it, the onset and coda in it. Okay, so considering this particular word, first one, begin. How will we transcribe it? ആദ്യം ട്രാൻസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. So we can transcribe it like this: be and gin, begin. So this is how we'll transcribe this particular word, begin, and let's find out each syllable. ഇപ്പോൾ രണ്ട് സിലബിളായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്ത് എഴുതി using this hyphen, small hyphen mark. So considering the first one, begin. അപ്പോൾ നിങ്ങൾ ആദ്യം അതെടുത്തു. ഓക്കെ, ബി, ഈ ഒരു വേർഡിൽ ഇത് ഓപ്പൺ സിലബിൾ ആണോ ക്ലോസ് സിലബിൾ ആണോ? സിൻസ് ഇറ്റ് എൻഡ്സ് ഇൻ ഇ, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിലബിൾ. ഓക്കെ, ലെറ്റ് മീ, okay, it is an open syllable. And is there any releasing consonant here? Yes, there is a releasing consonant b here, and any arresting consonant coda here? No coda here. So this is an open syllable which has got a releasing consonant or onset b. Okay, and next one, next syllable, gin, begin, gin. Considering this particular syllable, you can call it as a closed syllable because it ends in a consonant sound. So it is a closed syllable and it has got an onset and a coda. So g is the onset and arresting consonant in becomes the coda. Just to understand, okay, this is how we will go through each and every syllable in a word. This is how we have to go deeper into the language. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. ഇങ്ങനെ ചോദിക്കണം എന്നൊന്നുമില്ല പരീക്ഷയ്ക്ക്. Still you can analyze a word. When you get a word, a morpheme, you can divide its different properties and peculiarities. How many syllables are there in it and how many phonemes are there in it? Is there any allophones in it and all that? Okay, moving on to the second example. The second word, tree. Okay, tree, it is a, how many vowels are there in it? Only one vowel. One vowel means it is a monosyllabic word, one syllable word. So tree is a monosyllabic word and we can take it as it is, tree, which ends in a vowel sound. So it is an open syllable. ഒരു വവൽ സൗണ്ടിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ഇ എന്ന് പറയുന്ന വവൽ സൗണ്ടിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ആൻഡ് കൺസിഡറിങ് ദിസ് പെർട്ടിക്കുലർ സിലബിൾ, ഇറ്റ് ഹാസ് ഗോട്ട് what all things? One releasing consonant here, t, an onset here, and any coda here? No, because it ends in a vowel sound, it becomes an open syllable, so it don't have a coda. It has got a releasing consonant or an onset t. Okay, that's all about the second one. ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. First syllable എടുക്കാം. It is ek. Okay, so considering this particular syllable, it ends with a consonant sound, so it is a closed syllable. Closed syllable ആണ്, and it has got a onset or releasing consonant, but it has got a coda or arresting consonant. So the coda is k. Okay, and the next one, next syllable, that is spl. The
കുറച്ച് കുട്ടികൾ എന്നോട് ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ്, ഇതിലെങ്ങനെയാണ് നമ്മൾ ഓൺസെറ്റ് ഓർ റിലീസിങ് കോൺസണൻറ്റ് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിലബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സിലബിളിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആരാണ്? വവ്വലാണ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ആയിട്ടുള്ള വവ്വലിൻ്റെ മുന്നേ വരുന്ന ഈ പറയുന്ന കോൺസണൻറ്റ്സ് എല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്. ഇറ്റ് ബിക്കംസ് എ സിലബിക് കോൺസണൻറ്റ് അല്ലേ. ടുഗദർ ഒന്നിച്ചിട്ടാണ്, ക്ലട്ടർ ആയിട്ടാണ് വരുന്നത്. കോൺസണൻറ്റ് ക്ലട്ടർ ആയിട്ടാണ് വരുന്നത്. സ്പ്ല് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസണൻറ്റ് ക്ലട്ടർ ആയിട്ടാണ് വരുന്നത്, ഒന്നിച്ചാണ് വരുന്നത്. സ് പേള് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല വരുന്നത്. സോ വി ഹാവ് ടു ടേക്ക് ദിസ് ഹോൾ കോൺസണൻറ്റ് ക്ലട്ടർ ആസ് വാട്ട് ദ ഓൺസെറ്റ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മുന്നേ വരുന്ന ഈ കോൺസണൻ്റ് ആണ് റിലീസിങ് കോൺസണൻ്റ് ആയിട്ട് മാറുന്നത്. സോ ഇവിടുത്തെ ക്ലോസ്ഡ് സിലബിൾ ആണോ, എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വവ്വലാണ്. സോ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിലബിൾ, അതിൽ ഡൗട്ടില്ല നമുക്ക്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിലബിൾ ആൻഡ് ഇറ്റ് ഡസൻ ഹാസ് ഗോട്ട് ആൻ അറസ്റ്റിംഗ് കോൺസ്റ്റന്റ് ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഓൺസെറ്റ്. ഓൺസെറ്റ് ഉണ്ട്. എന്താണ് അപ്പോൾ ഇവിടുത്തെ ഓൺസെറ്റ് എന്ന് പറയുന്നത്? ഇവിടുത്തെ ഓൺസെറ്റ് എന്ന് പറയുന്നത് ഈ 3 കോൺസണൻറ്റും ചേർന്ന് വരുന്ന കോൺസണൻറ്റ് ക്ലട്ടർ ആണ് അവിടുത്തെ എന്തായി മാറുന്നത്? ഓൺസെറ്റ് ഓർ റിലീസിങ് കോൺസണൻ്റ് ആയിട്ട് മാറുന്നത്. ബിക്കോസ് വവ്വൽ ഇസ് ദ ഒബ്ലിഗേറ്ററി ഫാക്ടർ ദർ. വവ്വലാണ് ഇത് രണ്ടിനെയും നിർത്തുന്നത് ഓർ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. റിലീസിങ് കോൺസണൻറ്റ് വവ്വലിൻ്റെ മുന്നേ വരുന്നത്, ആൻഡ് അറസ്റ്റിംഗ് കോൺസണൻറ്റ് ആ സിലബിൾ എൻഡ് ചെയ്യുന്നത്. അതിനെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് അതിലെ ന്യൂക്ലിയസ് ആയിട്ടുള്ള വവ്വലാണ്. See, so in the case of this particular syllable, we can see that there are 3 consonants which we call it as consonant cluster, and we have a nucleus. Definitely ഒരു syllable എന്തുണ്ടായിരിക്കും? vowel sound ആണ് അതിലെ ന്യൂക്ലിയസ് എന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു സിലബിളിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ടുള്ള കോൺസണൻറ്റിനെ നമ്മൾ റിലീസിങ് കോൺസണൻറ്റ് ഓർ ഓൺസെറ്റ് എന്ന് പഠിച്ചു. അവസാനമുള്ള കോൺസണൻറ്റിനെ എൻഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള കോൺസണൻറ്റിനെ അറസ്റ്റിംഗ് കോൺസണൻറ്റ് ഓർ കോഡാന്ന് പഠിച്ചു. ആൻഡ് ദിസ് വവൽ സൗണ്ട് ഇറ്റ് ബിക്കംസ് ഒബ്ലിഗേറ്ററി ഓഫ് ദീസ് 2 തിങ്സ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കോൺസണൻ്റ് ആയിട്ടല്ല, നമ്മൾ ഈ ഒരു കോൺസണൻറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ് എടുക്കുന്നത്. എന്തായിട്ട്? ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹിയർ ഇൻ ദിസ് പെർട്ടിക്കുലർ സിലബിൾ or in such syllables, the onset will become not one particular sound, it will be spl. നമുക്ക് split ചെയ്യാൻ പറ്റത്തില്ല. It is spl എന്ന് പറയുന്ന ഈ ഒരു കോൺസണൻറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ് നമ്മൾ ഓൺസെറ്റിനെ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിലബിൾ ദാറ്റ് ഈസ് നെയ്. ആൻഡ് നെയ് എന്ന് പറയുന്ന സിലബിൾ ഇറ്റ് ends in a vowel sound, ae, the diphthong, the vowel sound. So it is an open syllable. And ഇവിടെ നമുക്ക് അങ്ങനെ കോൺസണൻറ്റ് ക്ലസ്റ്റർ ഒന്നുമില്ല, ആകെ ഒരൊറ്റ കോൺസണൻ്റ് ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓൺസെറ്റ്, ഇറ്റ് ഈസ് ആൻ ഓൺസെറ്റ്, ബിഗിനിങ് ആണ്, ആണ് അതിലെ ഓൺസെറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഷിൻ. ഷിൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിലബിൾ നമ്മൾ എടുത്തു. ഷിൻ നോക്കി. ഷിൻ എന്ന് പറയുന്ന ഒരു സിലബിളിൽ ദർ ഈസ് വൺ ബിഗിനിങ് കോൺസണൻ്റ് ഓർ റിലീസിങ് കോൺസണൻ്റ്, ന്യൂക്ലിയസ് ആൻഡ് അറസ്റ്റിംഗ് കോൺസണൻ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ what kind of syllable? It ends with a consonant sound, so it is a closed syllable. ഒരു closed syllable ആണ്. ആൻഡ് ഇവിടെ ഈ കേസിൽ we have onset. ഏതാണ് ഇവിടുത്തെ ഓൺസെറ്റ് ആയിട്ട് വരുന്നത്? this sh sound. sh is the onset here, and we have a coda too, that is okay. അപ്പോൾ ഈ particular syllable we have a releasing consonant onset and a closing consonant or arresting consonant coda. See, this is how we will get the transcription of this particular word, that is substantial. Substantial. Okay, ഇനി നമുക്ക് ഓരോ സിലബിളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുക്കാം. The first one is sep. You should be very careful while writing the phonetic script. You can improve yourself. Don't consider mine. Okay, so first syllable എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ഓൺസെറ്റും കോഡയും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് നോക്കാം. സോ ഹിയർ ഇറ്റ് ഇസ്, ദർ ഇസ് എ വവൽ സൗണ്ട് അറ്റ് ദ എൻഡ്, സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ്, ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സിലബിൾ. ഒരു ക്ലോസ്ഡ് സിലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഓൺസെറ്റ് ഉണ്ടോ? റിലീസിങ് കോൺസണന്റ് ഉണ്ടോ? ഉണ്ട്. ഇറ്റ് ഇസ് ഹിയർ ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ കോഡ ഓൾസോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ onset, that is s sound, and coda, that is b sound. Okay, then next one, that is stand. Stand പറയുന്ന ഈ ഒരു particular syllable. There is no need to draw this line here. Okay,
So stand, in this particular syllable we can find there is one nucleus, vowel sound, one nucleus undavullu, number of nucleus is equal to number of vowels is equal to number of syllables. Okay, and here we have a as the vowel sound. We have to identify the onset. Onset etra consonants undu. Again we can find consonant clusters. T ennu parayunna consonant cluster ivide kaanam. Adhyam nokkendathu closed aano open aano, ends with a consonant sound, so it is a closed syllable. Closed syllable, and it has got onset. Onset is st and coda is n. N is the coda. So here st is the onset and n is the coda. One more syllable we have to write, that is shill. Substantial. It ends with a consonant sound, so closed syllable. And onset, coda. Okay, onset, sh sound, coda, lateral sound. Okay, so this is the fourth word we had done, substantial. ഇങ്ങനെ എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കണമെന്നൊന്നുമില്ല, ബട്ട് വി ഹാവ് ടു നോ ഹൗ വി ഹാവ് ടു ഐഡൻറ്റിഫൈ, വി ഹാവ് ടു അനലൈസ്. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് ഓരോ എലമെൻറ്റ്സ്, ലാംഗ്വേജിൻ്റെ ഓരോ എലമെൻറ്റ്സ്, എസ്പെഷ്യലി സ്പീച്ചിൻ്റെ ഓരോ എലമെൻറ്റ്സ് എങ്ങനെ വരുന്നു എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ വാക്കുകളും എടുത്ത് അതിനെ ഒന്ന് കീറി മുറിച്ച് ഡൈസെക്റ്റ് ചെയ്തിട്ടൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ ഫൈനൽ വേർഡ് ഫോർ ദാറ്റ് ഫൺ ടൈം ആക്ടിവിറ്റി, ദാറ്റ് ഈസ് finished. Finished. So it is finished. 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 Considering the first syllable, that is fin, it is again a closed syllable and it has got a releasing consonant and a arresting consonant. So it has got onset, that is first sound, and a coda as n sound and n sound, two sounds, onset and coda. And next one, it is ished, that is again a closed syllable. Why it is a closed syllable? Because it ends in t sound, a consonant sound. So it is a closed syllable. And the onset, is there any onset? No, it begins with a vowel sound, so no opening consonant or releasing consonant here, but it has got a closing consonant, a coda, that is t sound. Finished. Okay, that is regarding the last word. So ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ് 10ൽ ഉണ്ടായിരുന്ന ഫൺ ടൈം ആക്ടിവിറ്റിയുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ വിത്ത് ഇറ്റ്. ഇപ്പോൾ ഓൺസെറ്റ് എന്താണ്, കോഡ എന്താണ്, ക്ലോസ് സിലബിൾ എങ്ങനെ വരുന്നു, ഓപ്പൺ സിലബിൾ എങ്ങനെ വരുന്നു എന്നുള്ളൊരു തറോ ആയെന്ന് വിചാരിക്കുന്നു. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫൺ ടൈം ആക്ടിവിറ്റി, ആൻസറിങ്. സോ this was the fun time activity for class 11 when we completed stress and its few hints or rules. I had given you few words to identify where we have to mark the stress. അതിൽ ഓരോ വേർഡിൻ്റെയും റോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് എക്സാമ്പിൾസ് തന്നിട്ടുണ്ടായിരുന്നത്. അത് ആ എക്സാമ്പിൾസ് എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നത്. അത് തന്നപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് പെർട്ടിക്കുലർ വേർഡ് ബിലോങ്സ് ടു ദിസ് പെർട്ടിക്കുലർ റൂൾ ഓർ ഹിൻറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വേർഡ് ഇസ് പെർമിറ്റ്. When we can take this word as both noun as well as verb. അപ്പോൾ noun ആയിട്ട് ഈ വേർഡിനെ എടുക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഫൊണറ്റിക് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. പ്രൊനൗൺസിയേഷൻ വിൽ കം ആസ് പെർമിറ്റ്. പെർമിറ്റ് എ ഡോക്യുമെൻറ്റ്. ഓക്കെ, അനുവാദം കൊടുക്കുന്ന ആ ഒരു കത്ത് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പെർമിറ്റ്. സോ പെർമിറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ noun, and if the same word used as a noun at the same time as a verb, the stress changes from first syllable to the second syllable. If it is a noun, stress will be marked on the first syllable as per the rule. Hope you can see that stress will be marked on the first syllable. And if it is a verb, see here the pronunciation also changes. It becomes permit, a sound.
Here it is sound. ഇതിൻ്റെ long version ആണ് ഇവിടെ ഉള്ളത് sound. It is permit and here it is permit. And stress will be marked on the second syllable if it is a verb. And it is a verb here, so it is marked on the second syllable. Here it is the first syllable because it is a noun. Here it is the second syllable because it is a verb. Okay. And then the second question, above. When we transcribe, we will get it like that. And above words with weak prefixes, stress will be marked on the root word. Above. Above. Okay, stress is marked on the second syllable or on the root word. You have to remember it as like that. Stress should be marked on the root word because the word is with the weak prefix. Okay, third one, civilization. Is it? When we transcribe, this is the pronunciation. This is how we have to pronounce this particular word. Civilization. 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 And words ending in ion, stress will be marked on the penultimate syllable. ഒന്ന് നോക്കണ്ട അവസാനത്തെ സിലബിളിൻ്റെ തൊട്ട് മുന്നത്തെ സിലബിളിൽ മാർക്ക് ചെയ്യുക. എങ്ങനത്തെ വേർഡ്സ് ആണെങ്കിൽ വേർഡ്സ് എൻഡിങ് ഇൻ ION. That was the rule we had studied. So this is the last syllable, penultimate. The marking will be here. The stress will be on the second last or on the penultimate syllable. So it is civilization. Civilization. Z is given more stress. The last few words, last two words, that is it, pioneer and magical. So considering this particular word, pioneer, pioneer, and we can see here it is a triphthong, pioneer. What was the rule? Words ending in EE and EER, stress will be marked on the syllable having the suffix ear. So here it is in this particular syllable because this particular syllable has got the suffix EER, near. Okay, so pioneer, pioneer. And the next word, magical, the division will be like this, magical, 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 magical. Okay, and the stress will be on the words ending in ik, ikal, ikali, en and all that. Stress will be marked on the syllable preceding the suffix. Suffix എവിടെയാണോ വരുന്നത്, സഫിക്സ് എവിടെയാണോ വരുന്നത് ആ സഫിക്സ് വരുന്ന സിലബിളിൻ്റെ മുന്നത്തെ സിലബിളിൽ വേണം സ്ട്രെസ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സഫിക്സ് വരുന്നത് ലാസ്റ്റത്തെ ഈ രണ്ട് സിലബിളിലായിട്ടാണ്. ഇക്കൽ, so stress will be marked on the syllable preceding the suffix, that is here. So it is magical, magical is given, or that match syllable is given more stress. That's all with the fun time activity answering and all that. We can see in the next class, hope we can see in the next class with the rest of the suprasegmentals, pitch, tone, intonation, rhythm and all that. Take care till then, bye.